നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞു. അല്ലല്ല നിങ്ങളെ കുറിച്ചല്ല. വേണ്ട വേണ്ട ഇനി വേണ്ട, എനിക്കും അടുത്തു കുറെ കേട്ട് ഇതുപോലെയുള്ള ഇത്രയും ബോണ്ടിങ് ഉള്ള വേറൊരു ഫ്രണ്ട് ആരായിരിക്കും ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ? ഹരിശങ്കർ. ഫുൾ നെയിം പറ ശങ്കു ചേട്ടാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ പറ്റൂ. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? ഓബിയസ്ലി ഹരി വളരെ അടുത്തൊരു സുഹൃത്താണ്. പക്ഷെ ഹരിയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ഷോസിലൊക്കെ മാത്രമാണ് ഒരുമിച്ചിട്ട് കാണുന്നത്. അതല്ലാണ്ട് പിന്നെ നമ്മൾ അങ്ങനെ കാണല് കുറവാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ രാജലക്ഷ്മി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. രാജീന്റെ അടുത്ത് ഞാൻ അധികം ട്രിവാൻഡ്രം പോകുമ്പോൾ ഞാൻ അവിടെ താമസിക്കും, അങ്ങനെയാണ് ബേസിക്കലി. പക്ഷെ ഞാൻ കുറച്ചു കാലമായിട്ട് എല്ലാവരും എന്താണെന്നറിയില്ല, കുറച്ചൊരു സെക്ലൂഡഡ് ലൈഫായിരുന്നു എനിക്ക് ഈ ഒരു കോവിഡ് പ്രമാണിച്ചിട്ട്. മനഃപൂർവ്വം എല്ലാവരിൽ നിന്നങ്ങ് മാറി നിൽക്കാൻ അടുത്തൊന്നും മാറിയോ ചേച്ചി? പിന്നെ ഞാൻ എല്ലാവരും ആക്ച്വലി ഒരു ഇതല്ലേ, ഒരു ഒരു അയലൻഡ് പോലെയായിരുന്നു. സങ്കട കഥകളൊക്കെ ഇവിടെ പറയണ്ട. പിന്നെ കോവിഡ് നമ്മളെല്ലാവരുടെയും സ്വഭാവങ്ങളിൽ മാറ്റങ്ങള്. കാരണം ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ മോൾസിലൊക്കെ പോയിട്ട് ആരെങ്കിലും വന്ന് നമ്മളോട് സംസാരിച്ച് ഫോട്ടോ എടുക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിങ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ കോവിഡ് ഓൾമോസ്റ്റ് ഒരു 1 year 1.5 years നമ്മൾ ഇതിനകത്ത് വീട്ടിനകത്ത് ഇരുന്ന് നമ്മൾ ആകെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മോനും മാത്രമേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് പോലീസിൻ്റെ ഇത് വേണം. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പിന്നെ ആരെയും കാണുന്നുമില്ല. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ പുറത്ത് വെച്ചിട്ട് പോവുക, അതൊക്കെ ആയിരുന്നല്ലേ ഫ്ലാറ്റിലെ നിയമങ്ങളൊക്കെ. അതിനുശേഷം റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറിയതിന് ശേഷം ഇപ്പം ഏതെങ്കിലും മോൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ പഴയ ഞാനാവാൻ പറ്റണില്ല എനിക്ക്. ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ ഒളിച്ചു പോകുന്ന, ആരെങ്കിലും തിരിച്ചറിയുന്നതിന് മുന്നേ സ്പീഡിൽ നടന്നു പോകുന്ന ഒരു ആളായി മാറി. എനിക്കൊന്നും അത് ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബേസിക്കലി ഒരു ആങ്സൈറ്റി അറ്റാക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ കണക്ഷൻ ഇല്ല എന്ന് പറയുമ്പം അവർക്ക് അറിയാം. ഐ എം നോട്ട് ഡിസ്കണക്റ്റഡ് ഫ്രം എനിവൺ. ഐ എം ഡിസ്കണക്റ്റഡ് ഫ്രം മൈസെൽഫ് ഫോർ എ വൈൽ. ഐ ഹാഡ് ബിൻ. പക്ഷെ ഇപ്പം ഐ എം ഗെറ്റിംഗ് ബാക്ക് ടു മൈ നോർമൽ സെൽഫ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ പഴയ സെൽഫ് എന്ന് പറയുന്നത് ഒരു വേറെ വേർഷനാണ്. ഓരോ മൊമെന്റിലും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഇതിപ്പോ ഇതൊക്കെ ചോദിച്ചത്? ഞാൻ എന്തിനാ ഇത്ര സെന്റിമെന്റലല്ല. അത് അവള് ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീമി ആണെങ്കിലും ജോ ആണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല കണക്ഷനാണ്. പക്ഷെ ദ തിങ് ഇസ് ഐ ഡോണ്ട് കീപ്പ് ഇൻ ടച്ച് മച്ച് എന്നുള്ളതാണ്. ഐ ലൈക്ക് ടു ബി ഇൻ മൈ പ്രൈവറ്റ് സോൺ നൗ. പണ്ട് ഞാൻ അങ്ങനെയല്ല. പണ്ട് ഞാൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഓടി ചാടി നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഭയങ്കര ഇതാണ്, ഇത്രയും ഉണ്ടാവുള്ളൂ സ്പേസ്. പക്ഷെ ഐ എം വെരി ഹാപ്പി നോ. പക്ഷെ അങ്ങനെ ഡിസ്കണക്റ്റഡ് ഒന്നും ആയിട്ടില്ല. ഐ എം സ്റ്റിൽ ദ സെയിം. പക്ഷെ എവിടെയാ ഒരു ചെറിയൊരു തകരാറ്. അതൊക്കെ മാറ്റി നമ്മൾ തിരിച്ചു വരുന്നു. അല്ല, തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി. അതിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ സൂപ്പർ സ്റ്റാറിൽ വന്നിരിക്കുന്നത്. അതെ ആണ്.